ഒക്ടോബർ 27-നാണ് എൻ്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാകുന്നത്. ഡൊമസ്റ്റിക് വയലൻസ്, അതാണ് എൻ്റെ വീട്ടിൽ നിന്ന് സംഭവിച്ചത്. വയലൻസ് ആണ് വളരെ രീതിയിൽ. ഒരിക്കലും ഗർഭിണിയെടുത്ത് ഒരിക്കലും ആരും ചെയ്തുകൂടാത്തതാണ് എൻ്റെ വീട്ടിൽ അന്ന് നടന്നത്. മെയിൻ കണ്ണികളായിട്ടുള്ളത് എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ അനിയൻ. ഇതെല്ലാം അനുഭവിച്ചത് ഞാനും മൃദുലയും. നീ പറഞ്ഞു, ഈ ഒരു ഗർഭിണിയായിട്ട് നിന്നെ ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്തു നീ പറഞ്ഞു. അച്ഛനും ഇളയ മോനും തന്ന സമ്മാനോ രണ്ടുപേരോട് പിടിച്ചു വെച്ച് അടിച്ചത് ആണ്. രണ്ടുപേരോട് പിടിച്ചു വെച്ച് അടിച്ചതാ. എൻ്റെ മാലയും പൊട്ടി ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ലേ. പ്രവീണെ, സംഭവമെല്ലാം നമ്മൾ കേട്ടു കണ്ടു. പ്രവീണിന് അനുഭവിക്കേണ്ടി വന്നത് ഭയങ്കര ഒരു അതിക്രമം തന്നെയാണ്. മൃദുലയും പ്രവീണും അനുഭവിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരാളും ഫേസ് ചെയ്യാൻ പാടില്ലാത്ത പ്രശ്നങ്ങൾ തന്നെയാണ്. പക്ഷേ അപ്പോഴും ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ പിടിച്ചു വെച്ച് ഇടിക്കാനും മാത്രം എന്താണ് അവിടെ നടന്നത്? ആ സംഭവം മാത്രം പ്രവീൺ ഇതുവരെ പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ അത് അടുത്ത വീഡിയോയിൽ കൊച്ചും അവരുടെ ടീമും വന്ന് ചിലപ്പോൾ പറയുമായിരിക്കും. ഇത്രയും വലിയ വയലൻസ് അവിടെ നടക്കണം എന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ എന്തോ വലിയൊരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ആ അമ്മയുടെ സംസാരത്തിൽ തന്നെ ഉണ്ട്, മൃദുല എന്തോ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് അമ്മ വഴക്ക് പറയുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങളായിട്ട് വന്ന് പറയില്ല എന്ന് ഉറപ്പാണ്. പക്ഷേ ഇപ്പം നിങ്ങൾ ഈ വീഡിയോ ഇട്ട സ്ഥിതിക്ക് എന്തായാലും കൊച്ചും ടീമും വന്നിട്ട് ചിലപ്പോൾ പറയുമായിരിക്കും, നിങ്ങളെ കുറേ കുറ്റം പറഞ്ഞിട്ടുള്ള വീഡിയോ ചിലപ്പോൾ ഇടുമായിരിക്കും. ഇപ്പോൾ ഏതായാലും ആളുകളെല്ലാവരും നിങ്ങളുടെ കൂടെയാണ്. അപ്പോൾ ഇനി അടുത്ത ദിവസം കൊച്ചും ടീമും വേറൊരു കഥയും അല്ലെങ്കിൽ വേറൊരു കോൾ റെക്കോർഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആളുകളെല്ലാം നേരെ അങ്ങോട്ട് തിരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് പ്രേക്ഷകരോടാണ് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ പ്രവീണിന് ഇത്രത്തോളം അടി കിട്ടാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും കാരണം ഉണ്ടായിട്ടുണ്ടാവുക? കാരണം ആ വീട്ടിൽ എന്തോ ഒരു വലിയൊരു സംഭവം നടന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും പിടുത്തമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഇടുക. അപ്പം ഇന്നലെ മല്ലു ഫാമിലി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ ഇതേപോലെ തന്നെ ഫാമിലി വ്ലോഗുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള ടീമായിരുന്നു. അപ്പോൾ ഈ പ്രവീണിൻ്റെയും പ്രണവിൻ്റെയും സംഭവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം നമ്മുടെ മുൻകാല ഫാമിലി വ്ലോഗിലെ കിങ് ആയിട്ടുള്ള പൊന്നൂസും സുജിനും വന്നിട്ടുണ്ടായിരുന്നു. അതായത് മല്ലു ഫാമിലി ഒരു കാലത്ത് ഇതേപോലെ ആളുകളെല്ലാം പൊക്കിയെടുത്തുകൊണ്ട് നടന്നിട്ടുള്ള ഒരു ഫാമിലി വ്ലോഗ് ടീമായിരുന്നു മല്ലു ഫാമിലി എന്ന് പറയുന്നത്. അങ്ങനെ അവർ വീഡിയോസ് എല്ലാം ഇട്ടിട്ട് വന്ന് പെട്ടെന്ന് ചെറിയൊരു ബൈക്ക് മേടിച്ച ഒരു കേസിലൂടെ അവരുടെ ഈ പറയുന്ന ഫാൻസ് എല്ലാം തിരിഞ്ഞു കൊത്തുകയും അവർ പിന്നെ സാധാരണ പോലെ ചെറിയ ചെറിയ വീഡിയോസ് എല്ലാം ഇട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടീമാണ്. അവർ ഒരു 5-6 മാസങ്ങൾക്ക് മുമ്പ് വീണ്ടും അവരുടെ ചാനൽ ഇങ്ങനെ റീച്ചാക്കി കൊണ്ടുവന്നു. അതെങ്ങനെയാണ്? ഇവർ തമ്മിൽ പിരിഞ്ഞു, സുജിനും പൊന്നും തമ്മിൽ പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കള്ളക്കഥ ഉണ്ടാക്കി അതിങ്ങനെ കുറേ ദിവസം ഇതിങ്ങനെ യൂട്യൂബിലേക്ക് ഇട്ട് വ്യൂസ് ഉണ്ടാക്കി അങ്ങനെ കുറേ റീച്ച് ഉണ്ടാക്കി പൈസ ഉണ്ടാക്കിയ ടീമാണ് ഈ പറയുന്ന പൊന്നൂസും സുജിനും. അവരിന്നലെ ഈ പറയുന്ന പ്രണവിൻ്റെയും പ്രവീണിൻ്റെയും വീഡിയോ വന്നതിന് ശേഷം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇത് നോക്കിയപ്പോൾ അതിൻ്റെ അടിയിൽ നിന്നെ ഞാൻ അന്നേരം അങ്ങനെ പറഞ്ഞാണ്, ഇങ്ങനെ പറഞ്ഞാണ്, അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചേതാണ് ഒടുക്കത്തെ തെറി കണകള്. ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്താണോ ചെയ്യുന്നത് എന്ന് ഇപ്പൊ ഞാൻ ഇതിന് മുന്നേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 10 മിനിറ്റ് 15 മിനിറ്റ് അല്ല 15 മിനിറ്റ് 10 മിനിറ്റ് അല്ല നമ്മളൊരു മറ്റേ യൂട്യൂബിൽ കാണുന്നതല്ല ശരിക്കും നമ്മളെ ലൈഫ്. നമ്മളിതിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, മനസ്സിലാക്കണം. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ കണ്ടോ, ഇപ്പൊ ഞാൻ ഇതിന് മുന്നേ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്, 2 പേര്, അതായത് ഇപ്പൊ ഞാനോ അല്ലെങ്കിൽ എന്റെ പെങ്ങളോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോ 2 ഭാഗം കേട്ട് 2 ഭാഗം കേട്ടിട്ട് വേണം ഒരാളിനെ തെറി പറയാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇന്നലത്തെ പ്രവീണിന്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇതായി. കാരണം അടിച്ചു ഇതൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും ഭയങ്കര ഇതായിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ഓപ്പോസിറ്റ് ആള് നിൽക്കുന്നുണ്ട്, അവർക്ക് എന്താ പറയാനുള്ളതെന്ന് നിങ്ങൾ ആരും കേട്ടിട്ടില്ല, ഞാനും കേട്ടിട്ടില്ല. പക്ഷെ ഞാൻ പറയാണ്, ഇതിൽ കമന്റ്സ് ചെയ്യുന്ന ആൾക്കാരുടെ വ്യത്യാസങ്ങളാണ് പറയേണ്ടത്. കാരണം ഇവിടെ തെറി പറഞ്ഞ അതേ ആൾക്കാർ അവിടെ പോയിട്ട് പിന്നെ ഓൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവിടെ പോസിറ്റീവ് പറയുമ്പോൾ അവിടെ പോസിറ്റീവ്. എന്താ നിങ്ങളൊക്കെ ഇങ്ങനെ? അതെന്ന് എന്തെങ്ങനെ മറ്റൊരാളെ കാര്യത്തിൽ കയറിയിട്ട് ഇങ്ങോട്ട് ഇടപെടാനും സംസാരിക്കാനും. ഇപ്പൊ ഇതിൽ കുറെ പേര് പറഞ്ഞിട്ട് നീ അത്ര പുണ്യാളനാവണ്ട, നീ അത്ര ഇതാവണം എന്നൊക്കെ എന്റെ പറഞ്ഞു. ഞാനൊരിക്കലും ഇതിൽ കയറിയിട്ട് ഇടപെടുക, എനിക്കിതിൽ കയറി സംസാരിക്കാനും വലിയ ഇൻട്രസ്റ്റ് ആയിട്ടൊന്നുമല്ല. എൻ്റെ പൊന്നു സുജന, ഇത് മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ വന്ന് വെറുതെ ഇടപെടുന്നതല്ല. ഇന്നലെ പ്രവീൺ വന്നിട്ട് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് അതിനെക്കുറിച്ച് ആളുകൾ സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയത്. അതായത് ഒരു വീട്ടിലൊരു പെൺകുട്ടീനെ, അതും ഒരു ഗർഭിണീനെ അടിച്ച കേസാണ് ഇന്നലെ പ്രവീൺ വന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് അയ്യോ ഇത് മറ്റുള്ളവരുടെ കാര്യമാണെന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കണോ? അങ്ങനെയാണെങ്കിൽ അവരത് സോഷ്യൽ മീഡിയയിൽ ഇടാൻ പാടില്ല. സോഷ്യൽ മീഡിയ ഇട്ടതുകൊണ്ട് തന്നെ മാത്രമല്ല, ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ആയതുകൊണ്ട് തന്നെ ആളുകൾ പ്രതികരിക്കും. ഇതേപോലെ തന്നെയാണ് സുജിൻ പണ്ട് ഒരു 5-6 മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ എൻ്റെ തമ്മിലായിട്ട് ഇട്ടത് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല, ഇപ്പം അത് കളഞ്ഞെന്ന് തോന്നുന്നു. അതായത് ഭാര്യയുടെ അവിഹിതം പൊക്കിയെന്നും പറഞ്ഞിട്ട്, അത് സ്വന്തം ഭാര്യയുടെ അവിഹിതം പൊക്കിയെന്നും പറഞ്ഞിട്ട് വീഡിയോ ചെയ്ത ഒരാളാണ് സുജിൻ.
ഓക്കെ, അങ്ങനെ ഇടുന്ന സമയത്ത് ആളുകൾ വന്നിട്ട് അതിനെക്കുറിച്ച് പറയും. കാരണം നിങ്ങൾക്കെല്ലാം ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഫോളോവേഴ്സിനെ പറ്റിക്കുകയാണെന്ന് അറിയുമ്പം അതിനെക്കുറിച്ച് സംസാരിച്ചെന്നിരിക്കും. ഇപ്പോൾ ഇന്നലെ പ്രവീൺ ഇട്ട വീഡിയോ, പ്രവീൺ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അടിച്ചു ഇടിച്ചു തൊഴിച്ചു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ വീഡിയോൻ്റെ ആദ്യം പറഞ്ഞ പോലെ തന്നെ അത് എന്തിനടിച്ചു, എന്തിന് ഈ പ്രശ്നം ഉണ്ടായി, അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം 49 മിനിറ്റുള്ള ആ ഒരു വീഡിയോയിൽ ഈ ഒരു കാര്യം പറയാത്തിടത്തോളം കാലം ആളുകളിങ്ങനെ ചോദിക്കും എന്തായിരുന്നു സംഭവം. ഇപ്പോൾ ആളുകൾ ആ എന്തുകൊണ്ട് അടിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് മറന്നുപോയെന്ന് തോന്നും. പക്ഷേ ഇനിയിപ്പോൾ നാളെ മറ്റന്നാളായിട്ട് ഈ പറയുന്ന കൊച്ചോ അവരുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും വന്നിട്ട് വീണ്ടും വീഡിയോ ഇടും. അതായത് എന്തിനാണ് അടിച്ചതെന്നുള്ളതിൻ്റെ റീസൺ ഇടും. അപ്പോഴത്തേക്ക് ഇപ്പം പ്രവീണിനെ പൊക്കിക്കൊണ്ട് നടക്കുന്നവരെല്ലാം നേരെ തിരിഞ്ഞിട്ട് ഈ പറയുന്ന പ്രണവിൻ്റെ കൂടെ നിൽക്കും. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. കാരണം സോഷ്യൽ മീഡിയയിലേക്കാണ് ഇവർ ഇട്ട് കൊടുക്കുന്നത്. ഇവരുടെ ഫാമിലിയിൽ നടക്കുന്ന ഒരു സംഭവം ഇപ്പോൾ ആളുകൾ എന്ത് ചോദിച്ചാലും മൈൻഡ് ചെയ്യാണ്ട് വിട്ടാൽ പോരെ. ഇപ്പോൾ കൊച്ചുവിനെ കണ്ടില്ല, അല്ലെങ്കിൽ പ്രണവിനെ കണ്ടില്ല, അവരുടെ അച്ഛനെ അമ്മേനെ ഇവരുടെ വീഡിയോയിൽ കണ്ടില്ലെങ്കിൽ ചോദിച്ചെങ്കിലും ഓക്കെ അത് മൈൻഡ് ചെയ്യാണ്ട് വിടുക, അത്ര തന്നെ. അല്ലാണ്ട് അടുത്ത ദിവസം വന്നിട്ട് അയ്യോ എനിക്ക് അഡ്രസ്സ് ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും ആളുകളപ്പം ഇവർ ഇത്രയും നല്ല കുടുംബമായിരുന്നു എന്നിട്ട് അത് പിരിഞ്ഞോ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ സമയത്ത് അതിൻ്റെ മറുപടിയായിട്ട് മറ്റേ ടീം വരും, അവരുടെ മറുപടിയായിട്ട് ഇവർ വരും. അപ്പോൾ ഇതിങ്ങനെ അവർ തമ്മിൽ സംസാരിച്ച് ക്ലിയർ ചെയ്യാനാണെങ്കിൽ, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള മാത്രം പ്രശ്നമാണെന്ന് നിങ്ങൾ പറയുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവരിത് ഫോൺ വിളിച്ച് ക്ലിയർ ചെയ്യണം. അല്ലാതെ സോഷ്യൽ മീഡിയയിലേക്ക് ഈ പറയുന്ന സാധനം ഇട്ട് കഴിയുമ്പോഴത്തേനും ആളുകൾ എടുത്തിട്ട് സംസാരിക്കും. ഇപ്പം നിങ്ങളുടെ കേസ് തന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഒരു 5-6 മാസം മുമ്പ് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ പുകിലൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ചിലപ്പോൾ നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഉടക്കിയിട്ടായിരിക്കും ചിലപ്പോൾ 2 പേരും 2 വീട്ടിൽ നിന്നത്. പക്ഷേ നിങ്ങളതിനെ മുതലെടുത്തു. കാരണം ആ ഒരു സമയം അത്രയും നാൾ നിങ്ങൾ അത് റീച്ചിന് വേണ്ടിയിട്ട് നിങ്ങളതൊരു കണ്ടൻറ്റായിട്ട് ഉപയോഗിച്ചു ഇല്ലേ. അന്ന് നിങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോസിൻ്റെ എല്ലാം സബ്ജക്റ്റ് ലൈൻ എന്താണെന്നുള്ളത് ഞാനിപ്പോൾ വായിച്ചു തരാം. അപ്പോൾ ആദ്യത്തെ വീഡിയോൻ്റെ ക്യാപ്ഷൻ ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. അങ്ങനെ ഇനി ഞങ്ങൾ എന്നും പറഞ്ഞിട്ട് പിള്ളേരും പിടിച്ചിട്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇട്ടത്. അതിനൊരു 356K വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഇത് കൊള്ളാമല്ല പരിപാടി. കാരണം അതിന് മുമ്പ് വരെ നിങ്ങൾക്ക് കുറച്ച് വ്യൂസ് കുറവായിരുന്നു. ഓക്കെ, അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഇട്ടിരിക്കുന്ന വീഡിയോസിൻ്റെ എല്ലാം ക്യാപ്ഷൻ എന്താണെന്നുള്ളത് കണ്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. ഓക്കെ, പിന്നെ അടുത്ത വീഡിയോൻ്റെ തംബ്നെയിൽ എന്ന് പറയുന്നത് എല്ലാം തുടങ്ങിയത് ഇവിടെ നിന്നായിരുന്നു. അപ്പോൾ ഇനി യാത്രയില്ല, ഞങ്ങൾ പോവാണ് ഗെയ്സ്. പക്ഷേ ഈ വീഡിയോസിലൊന്നും ഈ പറയുന്ന സബ്ജക്റ്റുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ് ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യം. പക്ഷേ നിങ്ങൾ എന്തോ വലിയൊരു സംഭവം നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഇതേപോലെ ക്യാപ്ഷനൊക്കെ ഇട്ട് കുറേ വീഡിയോസ് ഇട്ടു. അപ്പം ഇതൊക്കെ ഇടുന്ന സമയത്ത് ആളുകൾ ഇതെല്ലാം കേട്ടിട്ട് മിണ്ടാതിരിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? ഈ പറയുന്ന ആളുകളെല്ലാം പൊട്ടന്മാരായിട്ട് അയ്യോ അവരെന്തോ പറയുന്നുണ്ട്, നമ്മൾ ആരും മിണ്ടല്ലേ, കമൻറ്റ് ഇടരുതേ എന്നൊക്കെ പറഞ്ഞിരിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യൂല. കാരണം നിങ്ങളുടെ ഈ 12 ലക്ഷം സബ്സ്ക്രൈബേഴ്സിൽ നിങ്ങളെ സ്നേഹിക്കുന്നവരും ഉണ്ടാവും, ചിലപ്പോൾ നിങ്ങളെന്തെങ്കിലും കുറ്റം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി നടക്കുന്നവരും ഉണ്ടാവും. അവർക്ക് അറിയേണ്ട ഒരു താല്പര്യം ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. പിന്നെയും കണ്ടോ, ഇനി എന്താ ഞങ്ങൾ പറയുക, എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ സന്തോഷത്തോടു കൂടി നിൽക്കാൻ? എന്തിനാ അവളെപ്പറ്റി നിങ്ങൾ പറയുന്നത്? ഇനി കുറച്ച് ദിവസം കൂടി മാത്രം, അവൾ വീട്ടിലുണ്ടോ? വീഡിയോയിൽ കണ്ടത് അവളെ തന്നെയാണ്, എല്ലാം ഒരു തീരുമാനമാവും. അങ്ങനെ പിന്നെയും ഞങ്ങൾ ഒറ്റയ്ക്കായി, അവളില്ലെങ്കിലും വീട് ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇങ്ങനെ പോകുന്നു നിങ്ങളുടെ അന്നത്തെ വീഡിയോസിൻ്റെ ക്യാപ്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളൊരു ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നിങ്ങളിപ്പോൾ ഡിലീറ്റ് ചെയ്തു. വീഡിയോ ഡിലീറ്റ് ചെയ്തോ എന്നറിയില്ല, പക്ഷേ ക്യാപ്ഷൻ ഡിലീറ്റ് ചെയ്തു. അതായത് ഭാര്യയുടെ അവിഹിതം പൊക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ എന്തിനായിരുന്നു? എല്ലാം പൈസയ്ക്ക് വേണ്ടി തന്നെയാണ്. പക്ഷേ ചെയ്യുന്ന പ്രവൃത്തിയോട് ചെറിയൊരു ആത്മാർത്ഥതയും, അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ചെറിയൊരു ആത്മാർത്ഥത ഉണ്ടാവേണ്ടത് നിർബന്ധമാണ്. അതില്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന പൈസയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? സത്യമാണ്, നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ഇടുന്നത്. ഇപ്പോൾ പറയുന്ന പ്രവീണാണെങ്കിലും പ്രണവാണെങ്കിലും ഇന്നലെ ഇട്ട് 49 മിനിറ്റിൻ്റെ വീഡിയോസിൻ്റെ ഇടയിലും അവരുടെ പരസ്യം വരുന്നുണ്ട്. അതിനർത്ഥം ഈ പറയുന്ന പ്രശ്നത്തിൻ്റെ ഇടയ്ക്കും അവർ പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് വീഡിയോ ഇട്ടത്. പക്ഷേ എന്നിരുന്നാലും പറയുന്ന കാര്യങ്ങൾ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുന്ന രീതിയിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളത് കാര്യം മാത്രമേ ഉള്ളൂ. ഏതായാലും ആളുകളെല്ലാവരും വീഡിയോ ഇടുന്നുണ്ട്, എന്നാൽ പിന്നെ നമുക്കും വെറുതെ ഇട്ടേക്കാം എന്നും പറഞ്ഞ് ഇട്ടതാണ്. പക്ഷേ അത് നോക്കുമ്പോഴത്തേനും അങ്ങോട്ട് വ്യൂസ് അങ്ങോട്ട് കയറിപ്പോയി. 6 ലക്ഷത്തോളം ആളുകൾ കണ്ടു. അപ്പം ഏതായാലും അത് വ്യൂസ് കയറിയല്ലോ പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞപ്പം. എന്നാൽ പിന്നെ ഒരു വീഡിയോ കൂടി ഇട്ടേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിട്ടത്. അതൊക്കെ നമുക്ക് മനസ്സിലായി. ഓക്കെ, അല്ലെങ്കിൽ ഫാമിലി വ്ലോഗ് ചെയ്യുന്ന സുജിൻ യാതൊരു ബന്ധവും ഇല്ല എന്ന് പറയുന്ന പ്രവീണിൻ്റെ ഒരു കഥ വന്നിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെപ്പോലെ റിയാക്ഷൻ ചാനലല്ലല്ലോ സുജിൻ ചെയ്യുന്നത്. അപ്പോൾ റിയാക്ട് ചെയ്തത് എന്തുകൊണ്ടാണ്? വ്യൂസ് കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതാണ് സംഭവം. നമ്മുടെ റിയൽ ലൈഫും ഒരിക്കലും ഒന്നാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങൾ വീഡിയോസ് കാണാൻ നിൽക്കരുത്. പിന്നെ സുജിൻ നിങ്ങളുടെ വീഡിയോയിൽ പറയുന്നുണ്ട്, അതായത് മറ്റേ ആളുടെ ഭാഗം കൂടി കേൾക്കണമെന്ന്. അതൊക്കെ കേൾക്കാം,
അത് എല്ലാവർക്കും അറിയാനുണ്ട്, കാരണം ഇത് എന്തുകൊണ്ടാണ് ഈ പ്രശ്നം നടന്നതെന്നുള്ളത്. പക്ഷേ നിങ്ങൾ ഇപ്പോഴും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. അവിടെ പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീനെയാണ് ഉപദ്രവിച്ചിട്ടുള്ളത്. പ്രവീണിനെ തല്ലിയതെല്ലാം പോട്ട്, പക്ഷേ ആ ഗർഭിണീനെ തല്ലിയതിന് ഒരിക്കലും, അതിപ്പോൾ എന്തിൻ്റെ പേരിലാണെങ്കിലും എന്ത് വലിയ കുറ്റം ചെയ്തിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ ചെയ്തത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അതിനെ നിങ്ങൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാനും പാടില്ല. അതിപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം പ്രണവ് എന്ന് പറഞ്ഞോട്ടെ, അവരുടെ ഇടയിൽ നടന്ന സംഭവം എന്താണെന്നുള്ളത് ചിലപ്പോൾ അടുത്ത ദിവസം ഒന്ന് പറയുമായിരിക്കും. അപ്പോൾ അതുവരെ നമുക്ക് വേണമെങ്കിൽ അതെന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം.